Hi friends, Assalamu alaikum. Welcome back to our channel Sabeena's Creative and Colors. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഫെവിക്രൈലിന്റെ മോൾഡിറ്റ് കൊണ്ടിട്ടൊരു ഓണസദ്യയാണ്. അതിനുവേണ്ടി ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫാബ്രിക് പെയിന്റ്സ് വേണം, പിന്നെ ഫെവിക്രൈൽ മോഡ് പോജ് വേണം, പിന്നെ ഫെവിക്രൈലിന്റെ മോൾഡിറ്റ് വേണം, പിന്നെ ഫെവിക്കോൾ A+ പശ വേണം, പിന്നെ ബ്രഷും വേണം. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ ഫെവിക്രൈലിന്റെ മോൾഡിറ്റ് എടുത്ത് അതിൻ്റെ അകത്ത് 2 പാക്കറ്റ്സ് ഉണ്ടാവും. ഒന്ന് റെസിൻ ബേസും പിന്നെ ഒന്ന് ഹാർഡനറും. അപ്പോൾ ഇത് രണ്ടും കൂടിയും തുല്യ അളവിൽ എടുക്കണം. ഒന്ന് കൂടിയും കുറഞ്ഞൊന്നും പോകാൻ പാടില്ല. രണ്ടും തുല്യ അളവിൽ എടുത്തിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നമ്മളുടെ എല്ലാ വീഡിയോയിലും പറയാറുള്ള കാര്യമാണ്. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒന്നുകൂടി പറയുന്നത്. ഇപ്പം ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കയ്യിൽ കുറച്ച് പൗഡർ തേച്ചിട്ട് വേണം അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കൈകളിൽ ഒട്ടിപ്പിടിക്കും. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ ആഷ് കളറും വൈറ്റ് കളറും കൂടി നന്നായിട്ട് മിക്സായി നല്ലൊരു വൈറ്റ് കളറാകും. ആ വൈറ്റ് കളറാവുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്യണം. അപ്പം അതിലൊരു ചെറിയ ചൂട് പോലെ വരും. അപ്പോൾ ഇത് കറക്റ്റ് മിക്സിംഗ് ആയെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് നമ്മൾ എന്തിൻ്റെങ്കിലും മുകളിൽ കുറച്ച് പൗഡർ തേച്ചിട്ട് ഈ മോൾഡിറ്റ് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇപ്പം നമ്മളുടെ മോൾഡിറ്റ് പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു വാഴയിലയുടെ ഷേപ്പിൽ. ആ ഒരു ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് മോൾഡിറ്റ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് പൗഡർ ഉപയോഗിച്ച് ഈ കട്ട് ചെയ്ത വാഴയിലയുടെ അരികിലൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ വാഴയിലയുടെ അരികൊക്കെ നന്നായിട്ട് ലെവൽ ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ വാഴയിലയിൽ വെയിൻസ് വരച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വാഴയിലയുടെ നീളത്തിൽ ഒരു ലൈൻ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും വെച്ചിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് അമർത്തി കൊടുത്തു കഴിയുമ്പോൾ നടുവിലുള്ള ആ ഒരു വെയിൻസ് വരും. അത് കഴിഞ്ഞ് ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് 2 വശത്തെയും വെയിൻസ് നമുക്കൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ടൂത്ത് പിക്ക് വെച്ച് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതായിപ്പോൾ നമ്മുടെ വെയിൻസ് ഒക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്, പ്രസ് ചെയ്ത് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള ചോറ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മോൾഡിറ്റ് എടുത്ത് ഇതുപോലെ ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു അരിമണി പോലെ നമുക്കിങ്ങനെ ഉരുട്ടി ഉരുട്ടി തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ അരിമണികളെയൊക്കെ ഒരുമിച്ച് ചോറ് പോലെ ഇങ്ങനെ കൂട്ടി കൂട്ടി അടുപ്പിച്ച് വെച്ച് കൊടുക്കാം, എല്ലാ അരിമണികളെയും. ഇപ്പം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടം ഉണ്ടാക്കി കൊടുക്കാം. അതിനു വേണ്ടി ഒരു ചെറിയ കഷ്ണം മോൾഡിറ്റ് എടുത്ത് ഇതുപോലെ കൈവച്ച് പരത്തി ഒരു ചെറിയൊരു പപ്പടത്തിൻ്റെ റൗണ്ടിൽ പരത്തി ബ്രഷിൻ്റെ പുറകുവശം വെച്ച് ഇങ്ങനെ കുത്തി അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ ഹോൾ പോലെ ഇങ്ങനെ കുത്തി പപ്പടത്തിൻ്റെ ബബിൾസ് ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ പപ്പടം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം മോൾഡിറ്റ് എടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു പഴത്തിൻ്റെ ഷേപ്പിൽ നമുക്ക് മോൾഡിറ്റ് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പഴവും റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് നമ്മുടെ സദ്യയിലേക്ക് ആവശ്യമുള്ള ഓരോ വിഭവങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ചോറിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള സാമ്പാറാണ് ഇപ്പം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇതാ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിപ്സാണ്. ഇപ്പം നമുക്കൊരു 3 ചിപ്സ് ഉണ്ടാക്കാം. നമുക്കിനി കളർ അടിക്കാം. അപ്പം ഞാൻ ആദ്യം കളർ അടിക്കാൻ പോകുന്നത് നമ്മുടെ വാഴയിലയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഒരു ഗ്രീൻ കളർ, പിന്നെ ഒരു സാപ്പ് ഗ്രീൻ, പിന്നെ ഒരു ഗോൾഡൻ യെല്ലോ. അപ്പോൾ നമ്മൾ ഇത് 3ഉം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു ഷെയ്ഡാണ് നമ്മുടെ വാഴയിലയിൽ ഇപ്പോൾ അടിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ വാഴയിലയിൽ ഗ്രീൻ കളർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അവസാന ഫിനിഷിംഗ് ടച്ചായിട്ട് നമുക്ക് യെല്ലോ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മനോഹരമായ വാഴയില റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഓരോന്നും കളർ അടിച്ചെടുക്കാം. അപ്പം ആദ്യം തന്നെ വൈറ്റ് കളർ എടുത്ത് നമ്മുടെ ചോറിന് കളർ അടിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പഴത്തിന് കളർ അടിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോൾഡൻ യെല്ലോ കളറാണ്. അപ്പോൾ നമ്മൾ ഗോൾഡൻ യെല്ലോ കളർ പഴത്തിന്മേൽ അടിച്ചതിന് ശേഷം അത് ഉണങ്ങിക്കഴിയുമ്പോൾ ഒരു ബ്ലാക്ക് കളറ് പേനയോ അല്ലെങ്കിൽ പെയിൻറ്റോ ഉപയോഗിച്ച് ബ്ലാക്ക് കളറ് പഴത്തിൻ്റെ ലൈൻസ് വരച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒന്നുകൂടി ഗോൾഡൻ യെല്ലോ കളർ അടിച്ച് ഫിനിഷ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അടിക്കുന്നത് നമ്മുടെ ചിപ്സാണ്. അപ്പോൾ ചിപ്സിനും ഞാൻ എടുത്തിരിക്കുന്നത് ഗോൾഡൻ യെല്ലോ കളറാണ്. അപ്പോൾ നമ്മുടെ 3 ചിപ്സിനും ഗോൾഡൻ യെല്ലോ കളർ അടിച്ചതിന് ശേഷം നമുക്ക് ബ്രൗൺ കളർ എടുത്ത് നമ്മുടെ ചിപ്സിൻ്റെ നടുവിലായിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം, ഒരു ചിപ്സിൻ്റെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. ഇങ്ങനെ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള വിഭവങ്ങളും കളർ അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ എല്ലാം കളർ അടിച്ചെടുത്തിട്ടുണ്ട്. എന്താ ഇപ്പം നമ്മുടെ ചോറ് റെഡി, പഴം റെഡി, പപ്പടം റെഡി, ചിപ്സ് റെഡി, കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം ഇതിലേക്ക്. നമ്മൾ ഇതെല്ലാം ഈ വാഴയിലയിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത് ഫെവിക്കോൾ A+ പശ ഉപയോഗിച്ചിട്ടാണ്. അപ്പം നമുക്ക് എല്ലാം ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ സദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫിനിഷിംഗ് ടച്ചിന് വേണ്ടിയിട്ട് ഫെവിക്രൈലിൻ്റെ മോഡ് പോജ് അത് നമുക്കിതിൽ അപ്ലൈ ചെയ്ത് തേച്ച് കൊടുക്കാം. മോഡ് പോജ് കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഴയില സദ്യ റെഡിയായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം.
ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.